അതിനെന്താ മോനെ, അമ്മമ്മക്ക് ഒരുപാട് കളങ്കഥ അറിയാം. എന്നാലും നമുക്ക് എല്ലാവർക്കും ടീമായിട്ട് കളിക്കാം. ഓക്കെ, ഞാനും തക്കും ടീം. ഞാനും കിച്ചേട്ടനും ഒരു ടീം. ഓ, ഈ പാറു ഞാൻ എന്റെ ടീമിൽ കിട്ടിയേ. അപ്പോട്ടാ വേണ്ടേ, അനക്ക് കൊറേ ഉത്തരെല്ലാം അറിയാം കടങ്കഥന്. വേണമെങ്കിൽ എന്റെ ടീം ആയിക്കോ. ഓക്കെ, നിന്റെ ടീമാണെങ്കിൽ നിന്റെ ടീം, അനക്ക് എന്തായാലും പ്രശ്നമില്ല. എന്നാ ആദ്യത്തെ ക്വസ്റ്റ്യൻ കുട്ടിമണിയോടും കിച്ചുവിനോടും അമ്മമ്മ ചോദിക്കുന്നതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല. ഇതിന്റെ ഉത്തരം നമുക്കറിയാം, പപ്പടല്ലേ? അപ്പൊ കുട്ടിമണിന്റെ കിച്ചുവിന്റെ ടീമിന് ഒരു മാർക്ക് കിട്ടി. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നീലുവിനോടും തക്കുവിനോടുമാണ്. അടുക്കള കോവിലിൽ 3 ദൈവങ്ങൾ എന്നാന്ന് പറ. എന്റെ തക്കു, നിനക്കറിയാം അതിന്റെ ആൻസർ? ഞാൻ ആദ്യമായിട്ട് ഇതിനെ കേൾക്കുന്നു, അറിയില്ല. അമ്മമ്മ, ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയി പോയിന്, നമുക്കൊന്നും അറിയില്ല ഇത്. അമ്മമ്മ, നമുക്കറിയാം, നമ്മൾ പറയട്ടെ. മക്കള് പറ. അടുപ്പല്ലേ എന്റെ ആൻസർ? ഇതൊക്കെ പാറക്കുട്ടിക്ക് എവിടുന്നാ അറിയാ? അതില്ലേ, അമ്മ ഇടയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ചോദിക്കലുണ്ട്. പക്ഷെ എന്നാലും ഏച്ചിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല, അതാണ് ഏച്ചിക്ക് കിട്ടാഞ്ഞിന്. എന്നാ അടുത്ത ചോദ്യം പാറു അപ്പു ടീംസിനോടാണ്. അടുത്ത ചോദ്യം: കാട് വെട്ടി പാറ കണ്ടു, പാറ വെട്ടി വെള്ളം കണ്ടു, എന്താന്ന് പോലും. ഇത് എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യന്. പക്ഷെ ഇത് നിങ്ങളെ ചാൻസ് കഴിഞ്ഞില്ലേ മോളെ, ഇനി ഇവരാ പറയാൻ. അപ്പോട്ട തേങ്ങയാണ് ഇതിന്റെ ഉത്തരം, അപ്പോട്ടൻ പറഞ്ഞോ. അമ്മമ്മേ, ഉത്തരം തേങ്ങ. അടിപൊളി. പാറു അപ്പും കുഞ്ഞുങ്ങളാണെങ്കിൽ അവരാണല്ലോ മുന്നിലേക്ക് പോകുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടും തോന്നുന്നു, ചോദിക്കട്ടെ. ജീരകം പൊതിയാൻ ഇലയില്ല, ആനയെ കെട്ടാൻ തടിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പറയേണ്ടത് കിച്ചു കുട്ടിമണിയാണ്. ഞാൻ പറയാ, അത് പുളിമരല്ലേ? അത് ഈസി ക്വസ്റ്റ്യൻ ആയല്ലേ. ഇവര് 2 ടീമിനും 2 മാർക്ക് കിട്ടി, നമുക്ക് മാത്രം ഒന്നുമില്ല. എന്നാ ഇത് നീലുവിനും തക്കുനും പറയാൻ പറ്റിയ ഒരു ചോദ്യാണ് അമ്മമ്മ ചോദിക്കുന്നത്. കത്തിയിട്ടും കെടാത്ത വിളക്ക്. ഇനി അപ്പുവിനോടും പാറുവിനോടാണ്. തൊട്ടാൽ പിണങ്ങും ചങ്ങാതി. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ടല്ലോ പാറുമോള്. ഇനി അമ്മമ്മ എല്ലാരോടും കൂടി ഓരോ ക്വസ്റ്റ്യനും കൂടി ചോദിക്കും, എന്നിട്ട് നമ്മൾക്ക് കളി നിർത്താം കേട്ടോ. വായില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. കിച്ചോട്ടാ, അതെനിക്ക് അറിയില്ല, ഏട്ടനറിയുവാ? ഇല്ല കുട്ടിമണി, എനക്കും അറിയില്ല. അമ്മമ്മേ, നമുക്ക് അതിന്റെ ഉത്തരം അറിയില്ല. എന്നാ പിന്നെ നീലും തക്കും പറ. നമുക്കും അറിയില്ല അമ്മമ്മേ, നമ്മൾ പറയട്ടെ. ചിരവയല്ല ആൻസർ. ഞാൻ വിചാരിച്ചു നിങ്ങളായിരിക്കും തോക്കുന്നു. ഇതിപ്പോ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞല്ലോ മക്കളെ. പാറുക്കുട്ടിക്ക് എല്ലാം അറിയാം അല്ലേ? ഭാഗ്യം തന്നെ ഞാൻ പാറുവിന്റെ ടീമായത്, എന്റെ പിന്നെ ഞാൻ പൊട്ടിയേനെ. അങ്ങനെ 4 മാർക്ക് കിട്ടിയിട്ട് പാറുവും അപ്പുക്കുട്ടനുമാണ് ജയിച്ചത്. പാറു, ഹൈഫൈ കൊടുക്ക്. അങ്ങനെ നമ്മളാണ് ഇന്നത്തെ കളിയിൽ ജയിച്ചത്. വലിയൊരു ടീം തന്നെ. നമുക്ക് ലാസ്റ്റത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളും ജയിക്കുവല്ലേ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, നമ്മളാ ജയിച്ച. പാറു അപ്പു. കളി കഴിഞ്ഞില്ലേ, മക്കൾ പോയിട്ട് ഭക്ഷണം കഴിക്കും രാത്രിയത്തെ. എന്നിട്ട് അമ്മമ്മ കഥയും പാട്ടും ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. നാളെ ക്രിസ്മസ് അല്ലേ, ഇന്ന് രാത്രി പുൽക്കൂടൊക്കെ ആക്കണം നമുക്ക്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സാധനവും കേക്കും ഒക്കെ കൊണ്ടുവരാന്ന്. ഇന്ന് നമുക്ക് ഉറങ്ങുവേ വേണ്ട കേട്ടാ.